ഈ ശബരിമല വിഷയം തെരഞ്ഞെടുപ്പ് അജണ്ടയിൽ നിന്നും മാറ്റി വേറെ വിഷയം കൊണ്ടുവരാൻ. ഇത് എത്ര നാൾ മുമ്പ് നടന്ന വിഷയമാണ്, എത്ര നാൾ മുമ്പ് ഞങ്ങൾ നടപടി എടുത്താണ്. ഇത് വീണ്ടും ഈ വിഷയം കൊണ്ടുവന്ന് ഈ ശബരിമല വിഷയത്തിൽ നിന്ന് ഒളിച്ചോടാനുള്ള സർക്കാരിന്റെ ശ്രമമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിശക്തമായ സർക്കാർ വിരുദ്ധ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ട്. അപ്പൊ അത് മാറ്റിയിട്ട് വേറെ അജണ്ട കൊണ്ടുവരാൻ വേണ്ടി നടക്കുന്ന വൃഥാശ്രമമാണ്. അതൊന്നും നടക്കില്ല. അല്ലല്ല, CPM-നോട് ആദ്യം നിങ്ങൾ ചോദിക്കും. അല്ലല്ല, നിങ്ങൾ ഞങ്ങള് സംഘടനാപരമായിട്ടല്ലേ എടുക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളത് നിയമപരമായി എടുക്കേണ്ടത് പോലീസല്ലേ. നിയമപരമായി എടുക്കേണ്ട ഏതെങ്കിലും അല്ലല്ല, ഞാൻ പറയട്ടെ, അങ്ങ് തന്നെ ചോദിച്ചുകൊണ്ടിരുന്നില്ല, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കില്ല, അങ്ങ് ഇടപെടല്ലേ. ഞാൻ അങ്ങയുടെ ചോദ്യത്തിനല്ലേ മറുപടി പറയണം. 4ാമത്തെ ചോദ്യമാണ് അങ്ങ് ചോദിച്ചത്. ഒരാൾ തന്നെ 4ാമത്തെ ചോദ്യത്തിന് ഞാൻ വളരെ ക്ഷമയോടുകൂടി മറുപടി പറയല്ലേ. അതായത് സംഘടനാപരമായ നടപടിയല്ലേ പാർട്ടിക്ക് എടുക്കാൻ പറ്റുള്ളൂ അല്ലേ. മറ്റേ നടപടി എടുക്കേണ്ടത് പോലീസാണ്. പോലീസ് കേസ് റൈസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഒരു തടസ്സവും പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ ഒരു തടസ്സവും പറഞ്ഞില്ല. നിയമത്തിന്റെ വഴിക്ക് പോട്ടെ എന്നാണ് KPCC പ്രസിഡന്റ് പറഞ്ഞ അഭിപ്രായം. കറക്റ്റാണ്. ഇനി വേറെ ഏതെങ്കിലും ചോദ്യം വിളിച്ചു. അല്ല, ഇത് ഞാൻ ഇന്നലെ വളരെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ. ED കേസ് ഉണ്ടായിരുന്നു നേരത്തെ. ഇപ്പൊ ഇലക്ഷൻ ആയപ്പോൾ മുഖ്യമന്ത്രിക്ക് ഒരു നോട്ടീസ് കൊടുക്കുന്നത് മുഖ്യമന്ത്രിയെ CPM-നും ഭയപ്പെടുത്താൻ വേണ്ടി. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോ തൃശ്ശൂര് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അടുത്തപ്പോ തൃശ്ശൂർ നിങ്ങളെല്ലാവരും റിപ്പോർട്ട് ചെയ്ത് ED പിടിമുറുക്കുന്നു കരുവന്നൂരിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ തൊട്ടുമുമ്പ്. അന്ന് ഞാൻ പറഞ്ഞൊരു മറുപടി ഉണ്ട്. ഈ പിടിമുറുക്കം പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരെ ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞാൽ പിടി അയക്കുമെന്ന് പറഞ്ഞു. നിങ്ങൾ റെക്കോർഡിലുണ്ടാവും, നിങ്ങളുടെയൊക്കെ ചാനലുകളിലെ റെക്കോർഡിലുണ്ടാവും ഞാൻ പറഞ്ഞു. അതുപോലെ ഇപ്പോഴത്തേക്കുള്ള ഒരു പിടി മാത്രമുള്ളൂ. മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസ് ഇതര ഗവൺമെന്റുകൾ ഉള്ള സ്ഥലത്തും അല്ല BJP ഇതര ഗവൺമെന്റുകളുള്ള സ്ഥലത്ത് എല്ലാവരെയും അവർ വേട്ടയാടുകയാണ്. അവർ ഒഴിവാക്കിയിരിക്കുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ, കേരളത്തിൽ മാത്രമേ ഉള്ളൂ. BJP ഇതര സംസ്ഥാനങ്ങൾ ഒഴിവാക്കിയിരിക്കും. ഇവിടെ ഒരു കേസ് കൊടുക്കില്ലല്ലോ. ഇവിടെ പേടിപ്പിക്കൽ മാത്രമേ ഉള്ളൂ. നേരത്തെ ഒരു നോട്ടീസ് പോയല്ലോ, അതിന്റെ ബാക്കി അവിടെ പോയി. ഒരു നോട്ടീസും ഇല്ല. കരുവന്നൂരത്തെ കേസ് അവിടെ പോയി. ഒരു കേസും ഇല്ലല്ലോ. മുഖ്യമന്ത്രിക്കെതിരായി കേസ് ഉണ്ടായിരുന്നു, മകൾക്കെതിരായിട്ടുള്ള കേസ് ഉണ്ടായിരുന്നു, മകനെതിരായിട്ടുള്ള ഇത് വന്നു, ഒന്നും ഇല്ലല്ലോ. പിന്നെ തുടർച്ച ഒന്നുമില്ല. ഇവിടെ ഇങ്ങനെ തെരഞ്ഞെടുപ്പ് വരുമ്പോ ഒരു കേസ് ഉണ്ടെന്ന് പറഞ്ഞ് ഒന്ന് പേടിപ്പിക്കുക. പേടിച്ചും പോകുന്നുണ്ട് CPM-ഉം നേതൃത്വവും. അല്ലാതെ ഒന്നുമില്ലല്ലോ. ബാക്കിയുള്ളവർക്കെതിരായി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെ BJP ഇതര ഗവൺമെന്റുകൾക്കെതിരായും നേതാക്കൾക്കെതിരായും നിരന്തരമായി ED കേസാണ് എല്ലായിടത്തും. അത് സുപ്രീം കോടതി എന്ന് പറഞ്ഞല്ലോ. അടുത്ത് സുപ്രീം കോടതി വിധി തന്നെ ഉണ്ടായല്ലോ.